പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം തിരുവചനമാണ് ഇന്ന് നാം വിചിന്തനത്തായി എടുത്തിരിക്കുന്നത്. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ലോകത്തിൻ്റെ പ്രകാശമായ യേശു, ചരിത്രത്തെ രണ്ടായി മുറിച്ച മഹാവ്യക്തിത്വമായ യേശുനാഥൻ ലോകത്തിലേക്ക് വന്നു. എന്നാൽ ജനങ്ങൾ യേശുവിനെ സ്വീകരിച്ചില്ല. ദൈവത്തിൻ്റെ വലിയ ഒരു വേദനയാണിത്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥമായ വെളിച്ചം ഭൂമിയിലേക്ക് വന്നിട്ടും ജനങ്ങൾ യേശുവിനെ സ്വീകരിച്ചില്ല. യേശുവിന് സാക്ഷ്യം നൽകുവാനായി ദൈവം യോഹന്നാനെ അയച്ചു. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായിരുന്നു യോഹന്നാൻ. എങ്കിലും യേശുവിനെ വിശ്വസിക്കുകയോ സ്വീകരിക്കുകയോ ജനങ്ങൾ ചെയ്തില്ല. ഇന്നും ആ സ്ഥിതി തുടരുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത്: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു. അപ്പോൾ ദൈവത്തെ സ്വീകരിക്കുകയും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവമക്കളാകാൻ ദൈവം കഴിവ് കൊടുത്തു. നമ്മോടൊപ്പമാകാൻ അപ്പമായി മാറി യുഗാന്തം വരെ നമ്മോടുകൂടെ ആയിരിക്കുവാൻ തിരുവോസ്തിയിൽ യേശു ജീവനോടെ വാഴുന്നു. നമുക്ക് ജീവൻ നൽകുവാനായി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവം, ആ ദൈവത്തെ വേണ്ട രീതിയിൽ വിശ്വസിക്കാതെ, ബഹുമാനിക്കാതെ, ആദരിക്കാതെ ഇന്നും നമ്മൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. വിശുദ്ധിയോടെ ദിവ്യബലിയിൽ പങ്കുചേരാതെ, വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാതെ, കൂദാശകളിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ധാരാളം വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24-ൽ യേശു പറഞ്ഞു: എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വിശ്വസിക്കുക എന്നത്. കാണപ്പെടാത്ത ദൈവമുണ്ട് എന്ന ബോധ്യം, ആ വിശ്വാസമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ. അപ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട്, ദൈവവചനം സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതമായിരിക്കണം നാം ഓരോരുത്തരും നയിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.